ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലും നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ വലിയവനായ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മീയ ആരാധനയ്ക്കായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശേഷത കർത്തദാസനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. ഏറിയ പ്രാർത്ഥനയോടെ തുറന്നുള്ള അല്പസമയങ്ങൾ നാം ഒരുമിച്ച് വചനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ വചനത്തിലേക്ക് പ്രവേശിക്കാം. വായിച്ച അനുഗ്രഹീത സങ്കീർത്തനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേഗത്തിൽ മുഖവരകളൊന്നും കൂടാതെ ഒരു ചിന്ത ദൈവമക്കളോട് പങ്കുവയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. കർത്തദാസന്മാർ പലർ നമ്മുടെ നടുവിലുണ്ട്. അവരിൽ നിന്നൊക്കെ നമുക്ക് കേൾക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് അധികം മുന്നോട്ട് കൊണ്ടുപോകാതെ പരിമിതപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. മതി. അതിൻ്റെ പ്രാരംഭ ഭാഗത്ത് മാത്രം നിന്ന് ചില ചിന്തകളാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. ആരാണ് എളിയവൻ? ലോകത്തിൻ്റെ ഏത് കാലത്തും ഏത് ഭാഗത്തും എത്ര ഉന്നതിയിൽ നിൽക്കുന്നുവെന്ന് പറയുന്ന രാജ്യങ്ങളിൽ പോലും ദരിദ്രന്മാരുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന സമ്പന്ന രാജ്യങ്ങളിൽ എല്ലാവർക്കും സമ്പത്ത അല്ല, അവിടെയുമുണ്ട് ദരിദ്രന്മാർ, എളിയവരുണ്ട്. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇസ്രായേൽ കനാൻ നാടിനെക്കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട്, പാലും തേനും ഒഴുകുന്ന ദേശം. പക്ഷെ അവിടെ ആരുണ്ട്? ദരിദ്രന്മാരുണ്ട്. വേദപുസ്തകത്തിൽ തെളിവുണ്ട്. ആവർത്തന പുസ്തകം നിർത്തി ആ വാക്യം ഒന്ന് വായിച്ച് കേൾക്കാം. 15-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചേ. ആവർത്തനം 15:11. ദരിദ്രൻ ദേശത്ത് അറ്റുപോകയില്ല. മതി. അവിടെ പ്രമാണം കൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ പശ്ചാത്തലമൊക്കെ വായിക്കാൻ സമയം എടുക്കുന്നില്ല. വിമോചന സംവത്സരം 7-ാം വർഷം, 6 വർഷം വിതയ്ക്കുക. ആ ഭാഗത്തേക്ക് പറയുമ്പോൾ പാലും തേനും ഒഴുകുന്ന നാട്ടിലും ആരുണ്ട്? ദരിദ്രനുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പാലും തേനും ഒഴുകുന്ന രാജ്യത്ത് എന്തിനാണ് ദരിദ്രനെ വെച്ചത്? ദൈവത്തിന് അവനെ കൂടങ്ങ് അല്ലെങ്കിൽ എളിയവനെ കൂടങ്ങ് ബലവാനാക്കിയാൽ പോരെ? ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് അതിനകത്തും ഈ എളിയവനെ ആദരിച്ചാൽ കിട്ടുന്ന ഭാഗ്യം. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ ആവർത്തിക്കുന്നു. എളിയവരെ ആദരിച്ചാൽ അനുഗ്രഹമുണ്ട്, ഭാഗ്യമുണ്ട്. തൻ്റെ മക്കൾക്ക് ഈ ഭാഗ്യം നഷ്ടമാകാതിരിക്കാൻ വേണ്ടി ദൈവം ചില എളിയവരെ എല്ലാ കാലത്തും വെച്ചിട്ടുണ്ട്. എന്നോട് ആ വാക്ക് പറയുന്നു, ദൈവമക്കൾ ദൈവം ശ്രദ്ധയോടിരിക്കുക. ദൈവത്തിന് എല്ലാവരെയും അങ്ങ് ഉയർത്തിയാൽ പോരെ? ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ആരുടെയും സ്ഥിതിക്ക് മാറ്റം വരാമല്ലോ. എന്നാൽ എന്തുകൊണ്ട് ദൈവം ഏത് കാലത്തും ചിലരെ എളിയവരാക്കി വെച്ചിരിക്കുന്നു? കഴിവുള്ളവർക്ക് അവസരം തരിക, നീ അവരെ ഒന്ന് ആദരിച്ചാൽ അത് നിനക്ക് അനുഗ്രഹമാണ്. നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം ചില എളിയവരെ വെച്ചിരിക്കുമ്പോൾ ദൈവം നമുക്ക് തിരിച്ചറിഞ്ഞോണം, അവരെ ആദരിച്ചാൽ അതെനിക്ക് അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് അത് ഓർപ്പിക്കുന്നുണ്ട്. ഞാൻ അതേക്കുറിച്ച് ഒത്തിരി വിശദീകരണത്തിന് പോകുന്നില്ല. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിച്ചത് പീഡിതൻ ആരാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ മെസ്സേജായിട്ട് തയ്യാറാക്കിയതല്ല, പക്ഷേ തയ്യാറാക്കിയപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ മെസ്സേജാണിത്. എനിവേ നമ്മൾ ആ ഭാഗത്തേക്ക് കയറാൻ പോവുകയാണ്. ഈ എളിയവരെ ലോകത്തിന് വേണ്ട, ശത്രുവിനും വേണ്ട. നെബൂഖദ്നേസർ രാജാവ് ബാബിലോണിൽ നിന്ന് വന്ന് ഇസ്രായേൽ മക്കളെ പിടിച്ചുകൊണ്ടുപോയ കൂട്ടത്തിലും കൊണ്ടുപോകാനൊരു ഗ്രൂപ്പുണ്ട്. ഒന്ന് വായിക്കാമോ? രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് ഒന്ന് വന്നിട്ട് 2 രാജാക്കന്മാർ 24-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. 2 Kings chapter 24 verse 14. അത് ഇംഗ്ലീഷിലൂടെ ഒന്ന് വായിച്ചോളൂ, ആദ്യം മലയാളത്തിൽ വായിക്കുക. ആ ആ ആ ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. പരാക്രമശാലികളെ കൊണ്ടുപോയി, ആശാരിമാരെ കൊണ്ടുപോയി, ആയുധം നിർമ്മിക്കുന്നവരെ കൊണ്ടുപോയി, കൊള്ളാകുന്നവരെ എല്ലാം കൊണ്ടുപോയി. ഇപ്പം ആരെ കൊണ്ടുപോയില്ല? അപ്പോൾ ശത്രുവിനും ആരെ വേണ്ട? എന്നൂടെ പറഞ്ഞോട്ടെ, പിശാചിനും ആരെ വേണ്ട?
അപ്പോൾ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ എളിയവനായിട്ടിരുന്നാൽ നമുക്ക് വലിയ പോരാട്ടമൊന്നും ഉണ്ടാകത്തില്ലല്ലോ. പക്ഷേ എന്നും അങ്ങനെ ഇരിക്കേണ്ടി വരും. നമ്മൾ പറയണം, ഇല്ല കർത്താവേ, ഞാനൊരു സ്കിൽഡ് ആകാൻ ആഗ്രഹിക്കുന്നു ആത്മീയമായി. വായിച്ചോട്ടെ, ഇംഗ്ലീഷ് ഒന്ന് വായിച്ചാൽ വാക്യം. Also he carried into captivity all Jerusalem, all the captains and all the mighty men of valor, 10,000 men and spits, and all craftsmen. None remained except the poorest people of the land. അവിടെ കഴിവുള്ളവരെ, സ്കിൽഡായിട്ടുള്ള ടെക്നീഷ്യൻസിനെ ഇതിനെ മുഴുവൻ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, എളിയവനെ ആർക്കും വേണ്ട. ശത്രു ആക്രമിക്കുമ്പോൾ ശത്രുവിനും ആരെയും വേണ്ട, എളിയവനെ വേണ്ട. അവിടെ കടന്നുറന്ന് പറയും. അങ്ങനെയെങ്കിൽ പലർക്കും വേണ്ടാത്ത, ലോകത്തിൻ്റെ മുമ്പിൽ അവഗണിക്കപ്പെടുന്നൊരു ഗ്രൂപ്പാണ് എളിയവർ. നമ്മൾ ഓർക്കണം, ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ആ ചിന്ത ഞാൻ വേഗത്തിലൊന്ന് പഠിപ്പിച്ചോട്ടെ. ഈ എളിയവനെ ആദരിച്ചാൽ അവർക്കെന്തുണ്ട്? ഭാഗ്യം, അഥവാ അനുഗ്രഹമുണ്ട്. എന്നോട് പറയുന്നു, എന്തിനാ ആർക്കും വേണ്ടാത്ത ചിലതിനെ, ആർക്കും പ്രയോജനമില്ലാത്ത ചിലതിനെ, ശത്രു പോലും തിരിഞ്ഞു നോക്കാത്ത ഇട്ടേച്ചു പോകുന്ന ചിലതിനെ ഇവിടെ വച്ചേക്കുന്നത്? അവരെ ആദരിച്ചാൽ അവർക്ക് ഭാഗ്യമുണ്ട്. ലോകത്തിൻ്റെ ഗതി നമ്മൾ പഠിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട്. ലോകം എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ബെസ്റ്റിനെയാണ്. ഒരു ഇൻ്റർവ്യൂ നടത്തി 100 പേര് വന്നു, 10 പേരെ വേണമെന്ന് കരുതുക. അതിലേറ്റവും ബെസ്റ്റ് എന്നവർക്ക് തോന്നുന്ന 10 പേരെ സെലക്ട് ചെയ്യത്തുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ ഗതിയിൽ നമ്മൾ ഓർത്തോണം, ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്, നല്ല ഉറപ്പിച്ചോട്ടെ. ദൈവം പലപ്പോഴും എടുത്തിട്ടുള്ളത്, ഉപയോഗിച്ചിട്ടുള്ളത് ദൈവത്തിന് വേണ്ടത് ആർക്കും വേണ്ടാത്തതിനെയാണ്. ഈ എളിയവരെ കുറിച്ച് ശൗമേലിന്റെ പുസ്തകത്തിൽ ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. അല്പം ധൃതിയിൽ പോകുന്നത് കൊണ്ട് ദൈവമക്കൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കുക. ഈ ദാവീദ് യുദ്ധത്തിന് പോയൊരു കാലഘട്ടം നമുക്ക് ശൗമേലിന്റെ പുസ്തകത്തിൽ ഒന്ന് വേഗത്തിൽ വന്നാൽ വാക്യം തന്നെ വായിക്കുമ്പോൾ അല്പം കൂടെ ക്ലിയർ ആയിക്കോളും. 1 ശൗമേൽ 30-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. 1 ശൗമേൽ 30-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 1-2 വാക്യങ്ങൾ. മതി. ആ ഭാഗത്ത് ഒരു വാക്ക് പറഞ്ഞ് മറ്റൊന്ന് മുന്നോട്ട് പോവുകയാണ്. അമാലേക്കിൻ്റെ ഭൃത്യൻ, മറ്റു ട്രാൻസ്ലേഷൻ വായിച്ചാൽ ഇയാളൊരു സോൾജിയറാണ്. അമാലേക്ക് സൈന്യം യുദ്ധത്തിന് വന്ന കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നു? ഈ പട്ടാളക്കാരനുണ്ട്. ഇവൻ ആരോഗ്യത്തോട് യുദ്ധം ചെയ്ത് സിക്ലാഹ് പിടിച്ചു, ദാവീദിൻ്റെ നഗരം പിടിച്ചു. ദാവീദ് മടങ്ങി വന്നപ്പോൾ നഗരം കൊള്ളയടിച്ച കാഴ്ച കണ്ടപ്പോൾ ഇങ്ങനെ അവർ വരുന്ന വഴിക്ക് ഒരുത്തം വഴി കിടക്കുന്നു. അവന് ചോദിച്ചു, എന്താ പറ്റി? അവൻ പറഞ്ഞു, 3 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. ഇവരുടെ ആഹാരം ഇവർ കൊടുത്തപ്പോൾ ഇവനൊരു ജീവൻ വെച്ചു. ഇവനോട് ചെന്ന് എവിടുത്തുകാരനാണ് കാര്യമൊക്കെ ചോദിച്ചപ്പം അവൻ പറഞ്ഞു, ഞാനൊരു പട്ടാളക്കാരനാണ്, അമാലേക്ക് ട്രൂപ്പിൻ്റെ കൂടെ വന്നതാണ്. പക്ഷേ എനിക്ക് ദീനം പിടിച്ചപ്പം ആ മിലിറ്ററി കമാൻഡർ പറഞ്ഞു, ഇവനെയും കൊണ്ട് പോയാൽ പണി നടക്കത്തില്ല, അവനെ കളഞ്ഞേര്. അപ്പം ആരോഗ്യമില്ലെങ്കിൽ, രോഗബാധിതനാണെങ്കിൽ, അവനെ കൊള്ളത്തില്ലെങ്കിൽ ലോകം എന്ത് ചെയ്യും? കളയും. അത്രയും ഓർത്താൽ മതി. ലോകത്തിൻ്റെ ഗതി ഇതാണ്. എളിയവനെ കളയുന്നതാ ലോകം. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയും, നമ്മൾ വളരെ ഇവിടത്തോടെ ഓർക്കണം. ലോകം എപ്പോഴും കരുത്തുള്ളതിനെ, കഴിവുള്ളതിനെ, ആവശ്യമുള്ളതിനെ, അവർക്ക് പ്രയോജനമുള്ളതിനെ മാത്രമേ ചേർത്ത് നിർത്താറുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ മിലിറ്ററിക്കാരൻ ഒരു കാലത്ത് ആ ബറ്റാലിയന് പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്ന മനുഷ്യനെ ആരോഗ്യം ക്ഷയിച്ചപ്പോൾ കളഞ്ഞു. ഞാൻ വീട് പറയുന്നു, ലോകം ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു വാക്യം കൂടെ ഞാൻ ഇതോട് ചേർത്ത് ഓർപ്പിക്കാം. സഭാപ്രസംഗി 9-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാമോ? എക്ലീസിയാസ്റ്റസ് ചാപ്റ്റർ 39 13 മുതൽ ഒരു ചെറിയ പാരഗ്രാഫ് കൂടെ ഒന്ന് വായിക്കാമെങ്കിൽ നമുക്ക് വേഗത്തിൽ ആ ആശയം കൂടെ പറഞ്ഞാൽ മുന്നോട്ട് പോകാം. ചെറിയൊരു പട്ടണമുണ്ടായിരുന്നു, അതിൽ മനുഷ്യർ ചുരുക്കമായിരുന്നു.
മതി, ഇംഗ്ലീഷിലൂടെ ഭാഗം ഒന്ന് വായിച്ചേക്കാമോ? Verse 13 onwards. This wisdom I have also seen under the sun, and it seemed great to me. There was a little city with few men in it, and a great king came against it, besieged it, and built great snares around it. Now there was found in it a poor wise man, and he by his wise wisdom delivered the city. Yet no one remembered that same poor man. അവിടെ വായിച്ച ഭാഗം നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ഒരു രാജാവ് ഒരു ചെറിയ പട്ടണത്തിന് നേരെ വലിയ രാജാവ് യുദ്ധത്തിന് വന്നു. ഇവർ യുദ്ധം തുടങ്ങുന്ന സമയത്ത് എങ്ങനെയാണെന്നൊന്നും എഴുതിയിട്ടില്ല. അവിടെ പാർത്തിരുന്ന് നമ്മളവിടെ വായിച്ചത് ഇങ്ങനെയാണ്: എന്നാൽ അവിടെ സാധുവായൊരു ജ്ഞാനി പാർത്തിരുന്ന ഒരു എളിയവൻ. പക്ഷെ അവന് വിവരമുണ്ട്, ആരും അവൻ്റെ വിവരം അംഗീകരിച്ചില്ല, അവനെ പരിഗണിച്ചില്ല. ഇവനൊരു സാധുവ, എളിയവൻ. ഇവൻ അവിടെ വായിച്ചത് ഇങ്ങനെയാണല്ലോ: അവൻ തൻ്റെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചു. അടുത്ത വാക്ക് ആ സാധുവിനെ ആരും. അപ്പം ജയിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ പറഞ്ഞു? രാജാവ് എന്തോ പറഞ്ഞു കാണും? ഞാൻ തക്ക സമയത്ത് മുന്നണി നിന്നവരൊക്കെ പറഞ്ഞു ഞങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചത് കൊണ്ട് എന്തോ ചെയ്തു? രക്ഷിച്ചതാരാ? പിന്നെ ഞാൻ പറഞ്ഞോട്ടെ, ജ്ഞാനമുണ്ടെങ്കിലും എളിയവനാണെങ്കിൽ പലരും അംഗീകരിക്കണമെന്നില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ലോകത്തിൻ്റെ ഗതി. ഞാൻ ആ ഭാഗത്ത് നിന്നുകൊണ്ട് ഇപ്പം പറയുന്നത്. നമുക്കൊക്കെ പലപ്പോഴും ഈ വേദനാജനകമായ അനുഭവത്തിലൂടെയൊക്കെ കടന്നുപോയവർ കാണും. നമ്മൾ പല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും അംഗീകരിക്കാതെ എൻ്റെ വാക്കിനെ കടമെടുത്ത് അത് അവരുടെ വാക്കായി ഏറ്റെടുത്തുകൊണ്ട് ചെയ്ത പല ഉന്നതന്മാർ കാണും. ആയിക്കോട്ടെ, അത് ലോകത്തിൻ്റെ പ്രമാണം. പക്ഷെങ്കിൽ ദൈവം നമ്മളെ മറക്കത്തില്ല. ദൈവം കണക്കിടുന്നൊരു ദിവസമുണ്ട്. ഞാൻ വീണ്ടും ആ ഭാഗം എനിക്ക് വിശദീകരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. തൽക്കാലം ഞാൻ ഓടിച്ചങ്ങ് നിർത്തുക. ലോകം സാധുവിൻ്റെ വാക്കിന് വില കൊടുക്കത്തില്ല. അവനിലൂടെ വലിയ വലിയ കാര്യങ്ങൾ നടന്നാൽ പോലും ലോകം പറയുന്നു അവൻ എന്തോ പറഞ്ഞതാ, അവനൊരു വാക്ക് പറഞ്ഞെന്നല്ലേ ഉള്ളൂ, ഞങ്ങളല്ലേ അത് പ്രവൃത്തിപഥത്തിൽ എത്തിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മഹിമ എടുക്കുന്ന, ക്രെഡിറ്റ് എടുക്കുന്ന അനേകർ ലോകത്തിൽ നമ്മൾ ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തമായി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ലോകം എളിയവനെ ആദരിക്കത്തില്ല. എന്നാൽ ദൈവമക്കൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ വേഗത്തിൽ പറഞ്ഞോട്ടെ: എളിയവരെ വേദനിപ്പിക്കരുത്. ലോകം ആദരിക്കാത്തവനെ ഞാനും ആദരിക്കരുത് എന്നല്ല പ്രമാണം. ലോകത്തിൻ്റെ പ്രമാണവും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണവും രണ്ടും രണ്ട് വഴിയിലൂടെയാണെന്നുള്ള തിരിച്ചറിവോട് പറയണം. ലോകം എളിയവനെ ആദരിക്കാതിരിക്കുമ്പോൾ ദൈവമക്കൾ പറയണം, ഇല്ല, ഞങ്ങൾ എളിയവരെ ആദരിക്കും. ഞങ്ങൾക്കതിൻ്റെതായ അനുഗ്രഹം ദൈവം ലഭ്യമാകണമെങ്കിൽ ഞങ്ങൾ എളിയവരെ ആദരിക്കും. ഇടയ്ക്ക് കയറി എന്ന് പറഞ്ഞോട്ടെ, എളിയവരെ നിന്ദിച്ചാൽ കുഴപ്പമല്ല ഉണ്ടോ? കഴിഞ്ഞ ആഴ്ച ഞാൻ ഉറപ്പിച്ചു, ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവരെ ആർക്കും എന്തുമാകാം എന്നൊരു ചിന്ത ലോകത്തിൻ്റെ പ്രമാണമാണ്. പക്ഷെങ്കിൽ ഒരു സത്യം മറക്കരുത്, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ചോദിക്കാൻ ഒരു ദൈവമുണ്ട്. പുറപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ ഭാഗം ചിന്തിച്ചതാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വായിച്ചു കേൾക്കാൻ ആഗ്രഹിക്കുന്നു. 22-ാം അധ്യായത്തിന്റെ 22 പ്രാരംഭത്തിൽ ഒന്ന് വായിച്ചോട്ടെ. പുറപ്പാട് 22 എക്സോഡസ് ചാപ്റ്റർ 22 വേഴ്സ് 22. വിധവയെയും അനാഥനെയും നിങ്ങൾ ക്ലേശിപ്പിക്കരുത്. അവർ എന്നോട് നിലവിളിക്കുകയും ചെയ്താൽ മതി. അവിടെ വായിച്ച ഭാഗം കണ്ടല്ലോ. അങ്ങനെയുള്ളവരെ, എളിയവരെ, നിവൃത്തിയില്ലാത്തവരെ, സാധുക്കളെ ഞാൻ വിഷമിപ്പിച്ചാൽ അവർ നിലവിളിക്കും. ഈ നിലവിളി എവിടെത്തും? ദൈവസന്നിധിയിലെത്തും. കർത്താവ് പറയുകയാണ്, ഈ നിലവിളി എൻ്റെ സന്നിധിയിൽ വന്നാൽ എൻ്റെ കോപം ജ്വലിക്കും. ഇനി അതിൻ്റെ 26-27 ഒന്ന് വായിക്കാമോ? ആ ആ ആ മതി. തണുപ്പുള്ള രാത്രിയിൽ പുതപ്പ് പണയം കൊടുത്ത് പൈസ വാങ്ങി അവൻ്റെ കാര്യങ്ങൾ നടന്നു. ആ രാത്രിയിൽ ഇവൻ തണുത്ത് വിറച്ചു കിടക്കുമ്പോൾ ആ തണുപ്പത്ത് നിന്നുകൊണ്ട് അവൻ ദൈവത്തോടൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. കർത്താവേ, ഞാൻ എളിയവനായതുകൊണ്ടല്ലേ എനിക്ക് ഈ അവസ്ഥ വന്നത്. എൻ്റെ പുതപ്പ് ആരുടെയോ വീട്ടിൽ ഒരു പണയമായി, ഈടായി അവർ മടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. അത് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ തണുക്കാതെ കിടക്കാമായിരുന്നല്ലോ എന്നൊരു സാധു നിലവിളിച്ചാൽ ഈ നിലവിളി സ്വർഗത്തിലെത്തും. നമ്മൾ വളരെ ഗൗരവത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ നിമിത്തം ഒരു എളിയവൻ വേദനിക്കാൻ ഇട വരരുത്. ഞാൻ നിമിത്തം ഒരാൾ ഭാരപ്പെടാൻ ഇട വരരുത്.
ദൈവമേ സഹായിക്കണമേ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. എളിയവരെ നിന്ദിച്ചാൽ കുഴപ്പം വല്ലതും ഉണ്ടോ? സദൃശവാക്യം 14 അധ്യായത്തിൻ്റെ 31 വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? Proverbs chapter 14 verse 31. ആ മതി, അത് വളരെ വ്യക്തമായല്ലോ. എളിയവനെ പീഡിപ്പിക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുക. പ്രാരംഭ ഭാഗത്തേക്ക് ഞാൻ ഒന്നുകൂടെ ഓടിയെത്തുന്നു. എളിയവനെ ആദരിച്ചാൽ അനുഗ്രഹമുണ്ട്, എളിയവനെ നിന്ദിച്ചാൽ ഞാൻ നിന്ദിക്കുന്നത് അവനെയല്ല ദൈവത്തെയാണ്. വളരെ ഗൗരവത്തോടെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, കഴിവ് കുറഞ്ഞവരെന്ന് എനിക്ക് തോന്നുന്ന ആരെയെങ്കിലും, അത്ര വിലയില്ലാത്തവരെന്ന് എനിക്ക് തോന്നുന്ന ആരെയെങ്കിലും, സമൂഹത്തിൽ ഉന്നതനല്ലെന്ന് തോന്നുന്ന സാമ്പത്തികമായോ ഏതെങ്കിലും വിദ്യാഭ്യാസപരമായോ ഭൗതികമായോ അവൻ ഉയർന്നവനല്ലെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരുത്തനെ നിന്ദിക്കാൻ എനിക്കിട വരരുത്, പരിഹസിക്കാൻ എനിക്കിട വരരുത്. ഞാൻ അവരെ നിന്ദിച്ചാൽ എൻ്റെ ദൈവത്തെയാണ് നിന്ദിക്കുന്നത്. അവന് തിരിച്ച് പ്രതികരിക്കാൻ കഴിയാത്തത് കൊണ്ട് അവൻ ഉള്ളത്തിൽ നിലവിളിക്കുമ്പോൾ ആ നിലവിളി ഞാൻ അറിയാതെ ദൈവസന്നിധി ചെല്ലും. ദൈവത്തിനത് കോപമായി മാറും. നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. കർത്താവേ, എളിയവരെ നിന്ദിക്കാൻ ഇടവരരുത്. ഒരു വാക്കും കൂടെ അതോടെ ചേർത്ത് ഓർപ്പിക്കാം. എളിയവനെ നിന്ദിച്ചാലുള്ള പ്രശ്നം ഒത്തിരി ഉണ്ടെങ്കിലും ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സദൃശവാക്യത്തിൽ തന്നെ 21 അധ്യായത്തിൻ്റെ 13 വാക്യം കൂടെ വായിച്ചോളൂ. ആ ആ മതി. അവിടെ വായിച്ചത്, എളിയവൻ വന്ന് എൻ്റെ അടുക്കൽ അവൻ എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് സമയമില്ല, പിന്നെ വാ, എനിക്കിപ്പം നിന്നെ കേൾക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ അടുത്ത വാചകം വളരെ ഗൗരവത്തോടെ നമ്മൾ ഓർക്കണം. താനും അടുത്ത് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞേച്ച് ഞാൻ പ്രാർത്ഥിച്ചാൽ കർത്താവ് എന്തോ ചെയ്തില്ല, പ്രാർത്ഥന കേൾക്കത്തില്ല. എളിയവനെ ആദരിക്കാതെ കർത്താവേ അങ്ങ് വലിയവനാണ്, അങ്ങ് നല്ലവനാണ്, അങ്ങ് ശക്തനാണ് എന്നൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഞാനൊരു പ്രാർത്ഥന ദീർഘമായി വാക്കുകളിലൂടെ ഒക്കെ പറഞ്ഞാൽ കർത്താവ് പറയാണ് എനിക്ക് നിന്റെ പ്രാർത്ഥന കേൾക്കാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ ഞാൻ അധികം മുന്നോട്ട് പോകുന്നില്ല. വളരെ ഗൗരവത്തോടെ ഓർക്കണം, ദൈവം എന്തിനാ ചില എളിയവരെ നമ്മുടെ മുമ്പിലാക്കിയേക്കുന്നത്? ഒരുപക്ഷെ ദേശത്താകാം, ചുറ്റുപാടാകാം, കുടുംബത്തിലാകാം, സഭയിലാകാം, ഏതെങ്കിലും ദേശഭാഗങ്ങളിലൊക്കെ ചിലരെ ദൈവം നിർത്തിയിരിക്കുന്നത്, ആ ആദ്യവാക്യം മറക്കരുത്, അറ്റുപോകാതെ ചിലരെ നിർത്തിയിരിക്കുന്നത് എനിക്ക് നന്മ കിട്ടാനാ. അവരെ ആദരിക്കുന്നതിലൂടെ, അവരെ മാനിക്കുന്നവരിലൂടെ എനിക്ക് നന്മ കിട്ടാനായിട്ട് ദൈവമാക്കി വെച്ചിരിക്കുന്നവരെ ഞാൻ നിന്ദിച്ചാൽ എന്റെ സൃഷ്ടാവിനെ ഞാൻ നിന്ദിക്കുന്നു. അവരുടെ വാക്ക് കേൾക്കാതിരുന്നാൽ എന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തത്തില്ല, ദൈവം അത് ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, പ്രാർത്ഥിക്കാൻ ഇങ്ങനെയുള്ളവരെ കേൾക്കുവാൻ ഉള്ള കൃപ എനിക്ക് തരണമേ. ഇനി അടുത്ത ഭാഗം കൂടെ പറഞ്ഞാൽ മുന്നോട്ട് പോകട്ടെ. ഈ എളിയവർക്ക് ചെയ്യാവുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിലവിളിക്കാനേ അറിയത്തുള്ളൂ. പ്രതികരിക്കാൻ പറ്റത്തില്ല, പ്രതികരണ ശേഷിയില്ല, അതിനുള്ള ആ സ്വാധീനമില്ല, സാഹചര്യങ്ങളില്ലാത്തവർ ചെയ്യുന്ന ഒരു കാര്യം നിലവിളിക്കുന്നു. 34 സങ്കീർത്തനം 6 വാക്യം നമുക്ക് പരിചിതമാണെങ്കിലും ഒന്ന് വായിച്ചു കേൾക്കാം. 30 മതി. അങ്ങനെയെങ്കിൽ അടുത്ത ഭാഗം നമ്മൾ ശ്രദ്ധിച്ചല്ലോ. എളിയവൻ നിലവിളിച്ചു യഹോവ. അപ്പോൾ എളിയവൻ എന്തോ ചെയ്യും? നിലവിളിക്കും. ഇതാര് കേൾക്കും? യഹോവ കേൾക്കും. വായിക്കേണ്ട, ഞാനൊരു ഭാഗം കൂടെ പറഞ്ഞ് മുന്നോട്ട് പോകാം. മർക്കോസിന്റെ സുവിശേഷം 10 അധ്യായത്തിൽ നമുക്ക് കാണുന്ന യേശു കർത്താവ് എരിഹോവിൽ നിന്ന് യെരുശലേമിലേക്ക് പോകുന്ന ഒരു യാത്ര. അവിടെ ഒരു എളിയവൻ കിടപ്പുണ്ട്. അവൻ്റെ പേര് ബർത്തിമായി. എൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചു തന്നാൽ കാണാൻ കഴിയുന്നുണ്ട്. ബർത്തിമായി എന്ന വാക്കിൻ്റെ അർത്ഥം തിമായിയുടെ മകൻ. തിമായി എന്ന വാക്കിൻ്റെ അർത്ഥം മാന്യൻ. അപ്പോൾ ഇവൻ്റെ അപ്പൻ ഒരു മാന്യനാണ്. ഈ മാന്യൻ്റെ വീട്ടിൽ കണ്ണ് കാണാൻ വയ്യാത്തൊരുത്തൻ ജനിച്ചു. അത് ആ കുടുംബത്തിന് അപമാനം. അപ്പം മാന്യൻ തീരുമാനിച്ചു ഇവനെ വീട്ടിൽ വേണ്ട, ഇറക്കി വിട്ടു. വേറെ മാർഗമൊന്നുമില്ലല്ലോ. മറ്റു മക്കളൊക്കെ മാന്യന്മാരാ, ഉന്നതന്മാരാ, വിദ്യാഭ്യാസമുള്ളവരാ. ഈ കണ്ണുപൊട്ടൻ എൻ്റെ വീട്ടിൽ വേണ്ട, ഇവൻ എൻ്റെ മോനെന്ന് പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ കുടുംബം നിഷ്കരണം അവനെ ഇറക്കി വിട്ടപ്പോൾ ഇവൻ വഴിയരികിൽ ഇരന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വല്ലതും തരണേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് ആരെങ്കിലും ദയ തോന്നി വല്ലതും കൊടുക്കുന്നത് വാങ്ങിക്കൊണ്ട് നിന്നതായ ഭൃത്യമായി. ആ സമയത്ത് അവൻ കേട്ടു യേശു അതുവഴി പോകുന്നു. എൻ്റെ ചരിത്രം കൂടെ ഞാനൊന്ന് പറഞ്ഞാൽ, യേശുവിൻ്റെ ആ ലാസ്റ്റ് വീക്കാ. ഇനിയും യെരുശലേമിലേക്ക് പോവുകയാണ്, അവിടെ വെച്ച് ക്രൂശിക്കപ്പെടുകയാണ്. യേശു ഇനി അതുവഴി വരത്തില്ല. ഇവൻ എങ്ങനെ അറിവ് കിട്ടി? ഇവൻ ഉറക്ക നിലവിളിക്കുക, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ നിലവിളിക്കുന്നു. നമുക്ക് ആ ഭാഗമൊക്കെ അറിയാം. കൂടെ നടക്കുന്നവരെന്താ പറഞ്ഞു? എടാ മിണ്ടാടാ,
നീ കിടന്ന് അലയ്ക്കാതെ, നിന്നെ ഞങ്ങൾക്കറിയാം, നീ വീട്ടിൽ നിന്ന് തള്ളപ്പെട്ടവനാ. ഇനിയിപ്പം യേശുവിൻ്റെ അടുക്കൽ കിടന്ന് അലയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, നീ ഉണ്ടായി. അവിടെ വായിക്കുന്നത് അവൻ പിന്നെയും ഓറക്ക നിലവിളിച്ചു. അവൻ നിലവിളിച്ചുകൊണ്ടിരിക്കുക, അവൻ അതേ ചെയ്യാൻ അറിയത്തുള്ളൂ. എന്നോട് പറഞ്ഞോട്ടെ, എളിയവന് ഇവനോട് മിണ്ടാതിരിടാന്ന് പറഞ്ഞവനോട് തിരിച്ച് നീ മിണ്ടരുതെന്ന് പറയാൻ ഒക്കത്തില്ല. ചിലപ്പം തല്ല് കിട്ടിയെന്നിരിക്കും, എണ്ണീറ്റ് പോടാന്ന് പറഞ്ഞെന്നിരിക്കും. ഇവന് ചെയ്യാവുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, എന്താ? നിലവിളിക്കുക. അടുത്ത വാക്കം നമ്മൾ വായിക്കുമ്പോൾ യേശു അന്ന് വായിച്ചാൽ ആ വാക്ക് കിട്ടി മതി. അപ്പോൾ യേശു, തിരക്ക് പിടിച്ചു പോകുന്ന യേശു എളിയവൻ്റെ നിലവിളിയുടെ മുമ്പിൽ നിൽക്കും. ഞാൻ ആ ഭാഗം പെട്ടെന്നൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. മിണ്ടരുതെന്ന് പറഞ്ഞ ആൾക്കാരുടെ മുഖത്തേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. കുറേ അച്ചായന്മാരവിടെ ഒന്ന് വെച്ച് പറഞ്ഞില്ലേ, മിണ്ടരുത്, ഇവിടെ ശബ്ദം ഉണ്ടാക്കല്ലേ, പ്രശ്നം ഉണ്ടാക്കല്ലേ, യേശു പോവുക എന്നൊക്കെ പറഞ്ഞവരുടെ മുമ്പിൽ യേശു നിന്നപ്പം നിങ്ങളുടെ ഭാവനയിൽ ആ മിണ്ടരുതെന്ന് പറഞ്ഞവരുടെ മുഖത്തെ എക്സ്പ്രഷൻ ഒന്ന് കണ്ടേ. യേശു അവരെ നോക്കിക്കാണും. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞോട്ടെ, ആകെ ഒരു വല്ലാത്ത, ഇപ്പം ഇവരോർത്ത് കാണും, ഇവനോട് എടാ നീ വിളിക്കടാ എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ യേശു എന്നെ അല്പം കൂടെ സപ്പോർട്ട് ചെയ്തതിനും കൂടെ ഉണ്ടോ? എളിയവൻ്റെ നിലവിളിക്ക് നിർത്താൻ പറയല്ലേ. ഞാൻ നിർത്താൻ പറഞ്ഞാലും ആര് നിൽക്കും? യേശു നിൽക്കും. യേശു അവനോട് ചോദിക്കുക, നിന്റെ കാര്യം എന്നാ, നിന്റെ ആവശ്യം എന്നാ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഞാൻ വീണ്ടും പറഞ്ഞോട്ടെ, എളിയവനെ കൊണ്ട് അത്രേ പറ്റത്തുള്ളൂ. അവനെ കൊണ്ട് നിലവിളിക്കാൻ പറ്റും, അവൻ നിലവിളിക്കും. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. നിലവിളിച്ചാൽ ദൈവം കേൾക്കും. കേട്ടാൽ എൻ്റെ കർത്താവ് ആ നിലവിളിയുടെ മുമ്പിൽ ആ പ്രശ്നത്തിൽ നിന്ന് പരിഹരിച്ച് എൻ്റെ കർത്താവ് മടങ്ങിപ്പോകത്തുള്ളൂ. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ ഭൂമിയിൽ എളിയവരെ ദൈവം വെച്ചിരിക്കുന്നത് എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയാ. ഞാൻ അവരെ സഹായിക്കുമ്പോൾ അതിലൂടെ എനിക്ക് ചില അനുഗ്രഹം ലഭിക്കും. അതിനുവേണ്ടി അങ്ങനെയുള്ളവരെ ഭൂമിയിലാക്കിയതിനാൽ ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അടുത്തൊരു ചിന്തയോടെ പറഞ്ഞ വാക്ക് അവസാനിപ്പിക്കുകയാണ്. ആരാ എളിയവൻ? ഒന്ന്, ഞാൻ പറഞ്ഞു, ഈ ഭൂമിയിൽ പല മേഖലകളിൽ അവഗണിക്കപ്പെട്ട തള്ളപ്പെട്ടവരെ എളിയവനെന്ന് പറയാം. എന്നാൽ സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഒരു മനുഷ്യവേഷമെടുത്ത് ഈ ഭൂമിയിൽ സഞ്ചരിച്ച യേശുവല്ലേ ഏറ്റവും വലിയ എളിയവൻ? അപ്പോസ്തലനായ പൗലോസ് അതേക്കുറിച്ച് പറയുന്ന ഒരു വാക്കൊന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 8 അധ്യായത്തിന്റെ 9 വാക്യം. റീഡ് ഇൻ ഇംഗ്ലീഷ് ഓൾസോ. 2 Corinthians chapter 8 verse 9. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും മതി, ഇംഗ്ലീഷിലൂടെ വായിച്ചേ. For you know the grace of our Lord Jesus Christ, that though he was rich, yet for your sakes he became poor, that you through his poverty might become rich. അവിടെ വായിച്ച ഭാഗം ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും, അടുത്ത വാചകത്തിൽ, അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ. അങ്ങനെയെങ്കിൽ ഏറ്റവും എളിയവനായതാരാ? എൻ്റെ കർത്താവ്. അങ്ങനെയെങ്കിൽ ആരെ ആദരിക്കണം? എൻ്റെ ദൈവത്തെ ആദരിക്കണം. എൻ്റെ ദൈവത്തെ ആദരിച്ചാൽ ആ കൽപ്പനകളെല്ലാം ഞാൻ പ്രമാണിക്കും. വേദപുസ്തകം എന്തൊക്കെ പറയുന്നോ ഇതിലുള്ള മുഴുവൻ പ്രമാണങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും എനിക്കനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനായി മാറും. എപ്പോൾ? ഞാൻ ദൈവത്തെ ആദരിച്ചാൽ. ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശുവിനെ ഞാൻ ആദരിച്ചാൽ ഞാൻ ഇതെല്ലാം ചെയ്യാൻ ബാധ്യസ്ഥനാകും. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാകുന്നത് സ്വർഗത്തിലെ മഹിമ വിടിഞ്ഞു താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന എൻ്റെ യേശുവിനെ ഞാൻ ആദരിക്കുമ്പോൾ ആരും പറയാതെ എല്ലാ പ്രമാണവും അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാകും. അപ്പോൾ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും. നമുക്കറിയാമല്ലോ, സൈമൺ സാറിന്റെ ഒരു പഴയ പാട്ടിനകത്തൊരു സ്റ്റാൻസ് ഇങ്ങനെ പറയുന്നുണ്ട്: പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ഈ ക്ലിഷ്ടമാ കിടപ്പ് കണ്ടു ഞാൻ നമിക്കുന്നേ. സകലത്തെയും സൃഷ്ടിച്ച ആ കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി എളിയവനായി മാറിയെങ്കിൽ ആ കർത്താവിനെ ആദരിക്കാൻ ദൈവമക്കളെ നമുക്ക് കഴിയണം. ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ?
കർത്താവേ, പലപ്പോഴും അങ്ങയുടെ എളിമയെ തിരിച്ചറിയാൻ എനിക്ക് കഴിയുന്നില്ല. അങ്ങയുടെ സർവ്വവല്ലഭത്തെ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അങ്ങയുടെ കഴിവിനെ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അങ്ങയുടെ അധികാരത്തെ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ കർത്താവേ, എളിയവനായിത്തീർന്ന യേശുവിന്റെ ആ എളിമയെ കൂടെ തിരിച്ചറിയാൻ എന്റെ കണ്ണിനെ ഒന്ന് തുറക്കണമേ. ഇന്ന് പകൽ എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകും? നമുക്ക് ദൈവത്തോട് അങ്ങനെയൊന്ന് പറയാം. കർത്താവേ, ആ എളിമത്തമൊന്ന് മനസ്സിലാക്കി. ആ വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാമോ? കൊരിന്ത്യർ ലേഖനത്തിലെ ഉറക്കെ വായിച്ചോളും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ ആ മതി. ആ ഭാഗത്ത് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഇന്ന് പകൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് സമ്പന്നനാ, അങ്ങ് സകലത്തിന്റെയും ഉടയവനാ. എന്നാൽ സകലതും വേണ്ട എന്ന് വെച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന കർത്താവേ, അത് ഓർക്കാനുള്ള കൃപ എനിക്ക് തരണമേ. അതൊന്ന് ഓർക്കാമോ? ആ എളിമയൊന്ന് ഓർക്കാമോ? അത് എൻ്റെ ജീവിതത്തിൽ ഒന്ന് പാലിക്കാമോ? ഞാൻ അതനുസരിച്ച് ജീവിക്കാമോ? എൻ്റെ ജീവിതത്തിന് വ്യത്യാസം ഉണ്ടാകാൻ പോവാ. കൃപ, ദൈവകൃപ. ഇന്ന് പകൽ ആ ബോധ്യമുള്ളവർ ഒരുമിച്ച് ദൈവത്തിനൊന്ന് നന്ദി പറയാമോ? കർത്താവേ, അങ്ങ് ആരാണെന്നും അങ്ങ് എന്താണെന്നും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്താണെന്നും അങ്ങയിലൂടെ കർത്താവേ ഞങ്ങൾക്ക് ലഭ്യമാകേണ്ട എന്താണെന്നും തിരിച്ചറിയാനുള്ള കൃപ എനിക്ക് തരണമേ. ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഒരു ഭാഗം കൂടി ഞാൻ ഓർപ്പിക്കുന്നു, വിശദീകരിക്കുന്നില്ല. ഈ എളിയവരെ ആദരിച്ചാലുള്ള ഗുണം വായിച്ചോളൂ. വീണ്ടും സംഘത്തിന് മടങ്ങി വന്നാട്ടെ. അതിന്റെ 1, 2, 3 വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. മതി. ഒന്നാമത്തെ അനുഗ്രഹം, അനർത്ഥ ദിവസത്തിൽ ആരെയാ? എളിയവനെ. ഭൂമിയിലെ എളിയവരും ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ദരിദ്രനായി തീർന്ന എളിയവനായി തീർന്ന യേശുവിനെയും ആദരിച്ചാൽ അവരുടെ അനർത്ഥ ദിവസത്തിൽ ദൈവം അവരെ വിടുവിക്കും. യഹോവ അവനെ കാത്ത് ജീവനോട് പാലിക്കും. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ളവരെ ദൈവം എന്തോ ചെയ്യും? രണ്ടാമത്തെ അനുഗ്രഹം ഒന്നുകൂടെ വാക്യം വായിച്ചേ. ആദ്യത്തെ അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. ഒന്നാമത്തെ അനുഗ്രഹം. രണ്ടാമത്തെ അനുഗ്രഹം, യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. മൂന്നാം വാക്യം കൂടെ വായിച്ചോളൂ. യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും. രോഗം വരത്തില്ലെന്നല്ല, പ്രശ്നത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ കരം അനുകൂലമായി കൂടെ ഇരുന്ന് എന്നെ താങ്ങി എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം. ഇത്രയും അനുഗ്രഹം കിട്ടും ആർക്ക്? എളിയവനെ ആദരിച്ച. ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കണം. ഇതൊക്കെ വിശദീകരിക്കേണ്ടതാണ്. ദൈവം അനുസരിച്ച് പിന്നീട് ആ ഭാഗത്തേക്ക് വരാം. നമുക്ക് ദൈവം ഇറങ്ങി കേൾപ്പിച്ചുകൊണ്ട് ഒന്ന് പറയാൻ പറ്റുമോ? എളിയവനെ ആദരിക്കുന്നവൻ, കർത്താവേ, എളിയവരെ ആദരിപ്പാനുള്ള കൃപ എനിക്ക് തരണമേ. അതിനുള്ള മനസ്സെനിക്ക് തരണമേ. അവരെ നിന്ദിച്ചാൽ ഉണ്ടാകുന്ന ശിക്ഷ, അവരെ ആദരിച്ചാൽ ഉണ്ടാകുന്ന അനുഗ്രഹം, അവരുടെ നിലവിളി എങ്ങും തങ്ങി നിൽക്കാതെ സ്വർഗത്തിലെത്തുമെന്നുള്ളത് മറക്കരുത്. ആ വലിയ പുരുഷാരം യാത്ര ചെയ്യുമ്പോൾ അവിടെ ആരവാരം വളരെ ശക്തമാണ്. ദാവീദ് പുത്ര എന്ന് വിളിക്കുന്ന ശബ്ദം ഒരുപക്ഷെ കേൾക്കാൻ കഴിയാതെ വണ്ണം അതിലും ഉച്ചത്തിൽ ശബ്ദം ഉയരുന്നുണ്ടായിരിക്കാം. ഇവനെ അടക്കി നിർത്താൻ പാടുപെടുന്നവരുടെ ശബ്ദവും അവിടെ ഉയരുന്നുണ്ട്. എന്നാൽ ഇതിന്റെ എല്ലാം ഇടയിൽ യേശു ആ ശബ്ദം കേട്ടു. കൃപ, ദൈവകൃപ. ഇന്ന് പകൽ തിരിച്ചറിയണം, ഞാൻ കേൾക്കാതെ വണ്ണം ചെവി പൊത്തിയാലും മറ്റ് ശബ്ദമുഖരിതമായ സാഹചര്യത്തിന് നടുവിൽ എന്നെ കേൾപ്പിക്കാതെ വണ്ണം ആ ശബ്ദം, അല്ലെങ്കിൽ ഞാൻ എത്തേണ്ടിടത്ത് ആ ശബ്ദം എത്താതിരിക്കത്തക്ക വണ്ണം ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എൻ്റെ യേശുവിൻ്റെ കാതിൽ ആ ശബ്ദം എത്തും. കൃപ, ദൈവകൃപ. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ സ്വഭാവം കാണിക്കുന്നതല്ലേ നല്ലത്? നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ എളിമ ഞങ്ങളുടെയും ജീവിതത്തിൽ നിറവേറ്റാൻ ഇടതരണമേ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം. എല്ലാ പ്രിയപ്പെട്ട ദൈവസന്നിധിയിൽ ആ സമർപ്പണത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ, അങ്ങയുടെ എളിമ അതെനിക്കൊന്ന് തരണം കർത്താവേ. ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും നമുക്ക് യേശുവിൻ്റെ അധികാരമൊക്കെ നമ്മൾ പ്രാപിച്ചവരാ, ആ അനുഗ്രഹം പ്രാപിച്ചവരാ, ഞങ്ങൾ വിശ്വാസം പ്രാപിച്ചവരാ. നമുക്കൊത്തിരി പറയാൻ പലതുമുണ്ട്. എന്നാൽ ദൈവമക്കളെ, അതൊക്കെ നല്ല കാര്യം. നീ അധികാരത്തോട് കൽപ്പിച്ച ചിലതൊക്കെ സംഭവിക്കട്ടെ. നീ ദൈവത്തിന്റെ മകനാണ്, മകളാണെന്നുള്ള അധികാരം നിനക്ക് ഉണ്ടാകട്ടെ. നല്ലത്. വിശ്വാസം വർദ്ധിക്കട്ടെ, പ്രത്യാശ വർദ്ധിക്കട്ടെ. ഇതൊക്കെ നല്ലത്. എന്നാൽ അതോടൊപ്പം ഒന്ന് എളിമപ്പെടാൻ എന്നെ സഹായിക്കണമേ. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന അതാണ്. ഞാൻ എളിമപ്പെട്ടാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ പോവുക. ഇന്ന് പകൽ എത്ര പേർക്ക് ബോധ്യമുണ്ട്?
ഞാൻ എളിമപ്പെട്ടാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന്. ആ ബോധ്യമുള്ളവർ ഒരുമിച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എളിമപ്പെടാൻ, താഴാൻ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ, അങ്ങ് ആയതുപോലെ ഒന്നാകാൻ കർത്താവേ, ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. ആ സമർപ്പണത്തോട് നമുക്ക് ഒരുമിച്ചായിരിക്കാം. ഈ വചനങ്ങൾ അതിനൊരു മുഖാന്തരമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.